Good morning, dear students. In the previous class, we have learned different types of teacher skills. In this class, we are going to discuss the topic fluency in questioning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിങ്ങിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, പ്രോബിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്. ഏതോ ഒരു ഓപ്ഷൻ ക്ലാസ്സിൽ ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ് എടുത്തു എന്ന് നിങ്ങൾ ഓപ്ഷൻ ടീച്ചറോട് പറഞ്ഞതായി കേട്ടു. എന്നാൽ നമുക്ക് എടുത്തുകൊണ്ടിരുന്നത് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ് അല്ല, പ്രോബിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്. റൈറ്റ് ദ മെയിൻ ഹെഡിങ് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്. നമുക്ക് നോക്കാം. പ്രോബിംഗ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഒരുപാട് പോയിന്റ്സുകൾ പറഞ്ഞു, അഥവാ സബ് കമ്പോണൻസ് പറഞ്ഞു. എന്താണ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ? വാട്ട് യു മീൻ ബൈ പ്രോബിംഗ് ക്വസ്റ്റ്യൻ? തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ ഓർ ഡീപ്പ് ലെവൽ ഓഫ് തിങ്കിങ്. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രോബിംഗ് ക്വസ്റ്റ്യനെ പരാമർശിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ഡിഫറെന്റ് സബ് കമ്പോണൻസും പറഞ്ഞു. പ്രോംപ്റ്റിംഗ്, സീക്കിംഗ് ഫർദർ ഇൻഫർമേഷൻ, റീഫോക്കസിംഗ്, റീഡയറക്റ്റിംഗ്, ഇൻക്രീസിംഗ് ക്രിട്ടിക്കൽ അവയർനെസ്. ഇങ്ങനെ ഏകദേശം 5ഓളം സബ് കമ്പോണന്റ് ഏതിനകത്ത് അടങ്ങിയിരുന്നു? പ്രോബിംഗ് ക്വസ്റ്റ്യനകത്ത് അടങ്ങിയിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്. ആദ്യം മനസ്സിലാക്കുക, പ്രോബിംഗ് ക്വസ്റ്റ്യനിങ്ങും ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്ങും രണ്ടാണ്. പ്രോബിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലെവൽ തിങ്കിങ്, തോട്ട് പ്രൊവോക്കിംഗ് എന്നൊക്കെയാണ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ദെൻ ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്ങിലെ മെയിൻ ആയിട്ട് വരുന്ന 5 ഘടകങ്ങൾ അഥവാ സബ് കമ്പോണന്റ് എഴുതിയെടുക്കുക. സബ് കമ്പോണൻസ് ഓഫ് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്. ഫസ്റ്റ് വൺ റിലവൻസി, സെക്കൻഡ് വൺ പ്രിസൈസ്, തേർഡ് വൺ ക്ലാരിറ്റി, ഫോർത്ത് വൺ ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്, ദെൻ ഫിഫ്ത്ത് വൺ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. നമുക്ക് 1 by 1 ആയിട്ട് വ്യക്തമായി എക്സാമ്പിളോട് കൂടെ മനസ്സിലാക്കാം. ഈ ടേമുകളെല്ലാം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. റിലവൻസ്, പ്രിസൈസ്, ക്ലാരിറ്റി, ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്, ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഒന്നും മലയാള ഭാഷാ പദങ്ങൾ, തർജ്ജമ പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സുപരിചിതമായ പദങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എന്നാൽ അവ എങ്ങനെയാണ് ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ എക്സാമ്പിളോട് കൂടെ, ഉദാഹരണത്തോടു കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ദെൻ ഫസ്റ്റ് വൺ ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്. ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്ങിലെ മെയിൻ ഹെഡിങ് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്. ദെൻ ഫസ്റ്റ് പോയിന്റ് റിലവൻസ്. എന്താണ് ക്വസ്റ്റ്യനിങ് എന്നും ക്വസ്റ്റ്യനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറയാത്തതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് പറയാത്തതിന്റെ കാരണം ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ, പ്രോബിംഗ് ക്വസ്റ്റ്യന്റെ വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് കടക്കാതെ ഡയറക്റ്റ് സബ് കമ്പോണന്റിലേക്ക് കടക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ റിലവൻസ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായി എങ്ങനെയായിരിക്കണം? റിലവന്റ് ആയിരിക്കണം. റിലവന്റ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗം ഏതാണോ ആ പാഠഭാഗത്തെ ആസ്പദമാക്കി മാത്രം, അഥവാ ഏതൊരു കൺസെപ്റ്റാണോ ടീച്ചർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ ആസ്പദമാക്കി മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് റിലവന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ടേമിൽ തന്നെ അതിന്റെ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ടീച്ചർ നാമത്തെ കുറിച്ച്, ഗ്രാമറിലെ നൗൺ എന്നതിനെ കുറിച്ചാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന കൺസെപ്റ്റ്. ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് നൗൺ? എന്താണ് നൗൺ അല്ലെങ്കിൽ എന്താണ് നാമം? സ്റ്റുഡൻസ് ആൻസർ പറയുന്നു, നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. നാമം എന്നാൽ ഒരു വ്യക്തിയുടെ പേരിനെയോ ഒരു സ്ഥലത്തിന്റെ പേരിനെയോ ഒരു വസ്തുതയെയോ എന്തെന്ന് പറയുന്നു? നാമം എന്ന് പറയുന്നു. അപ്പൊ ആദ്യം ടീച്ചർ എന്ത് ചോദിച്ചു? വാട്ട് ഈസ് നൗൺ? ദ സ്റ്റുഡൻസ് ആൻസർ, നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. അപ്പൊ ടീച്ചർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ടീച്ചർ ഒരു രാജ്യത്തിന്റെ ഫോട്ടോസ് കാണിച്ചു. അതിനുശേഷം അതിനുശേഷം ഒരു സെന്റൻസ് കൊടുത്തു. ആ സെന്റൻസിനകത്ത് ടീച്ചർ ചോദിക്കുകയാണ്, വിച്ച് വേർഡ് ഈസ് നൗൺ ഇൻ ദി സെന്റൻസ്? ഒരു സെന്റൻസ് കൊടുത്തതിന് ശേഷം ടീച്ചർ ചോദിക്കുകയാണ്, ഇതിനകത്ത് നൗൺ ഏതാണ്? ഉടൻ തന്നെ കുട്ടി പറഞ്ഞു അലഹബാദ്, അല്ലെങ്കിൽ കേരള, അല്ലെങ്കിൽ മൂന്നാർ എന്നൊക്കെ കുട്ടി മറുപടി പറഞ്ഞു എന്നിരിക്കട്ടെ. ഇതെല്ലാം എന്താണ്? നൗൺ ആണ്, പേരുകളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ് എന്ന് പറഞ്ഞു.
അതിനുശേഷം ടീച്ചർ പിക്ചർ കാണിക്കുകയോ ഏതെങ്കിലും വസ്തുതയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയോ ഒരു സെന്റൻസ് കൊടുക്കുകയോ ചെയ്തിട്ട് കുട്ടിയോട് ചോദിച്ചു വിച്ച് വേർഡ് ഈസ് എ നൗൺ ഇൻ ദി സെന്റൻസ്. സ്റ്റുഡന്റ് ആൻസർ അലഹബാദ് ഓർ കേരള. അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കുകയാണ് ഹാവ് യു എവർ വിസിറ്റഡ് അലഹബാദ്? നിങ്ങൾ എപ്പോഴെങ്കിലും അലഹബാദിൽ കേരളയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറയാം. ഹാവ് യു എവർ വിസിറ്റഡ് കേരള? ഹാവ് യു എവർ വിസിറ്റഡ് മൂന്നാർ? ഹാവ് യു എവർ വിസിറ്റഡ് അരുണാചൽ പ്രദേശ്? ഈ ചോദ്യം നൗൺ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ ചോദ്യം ഇവിടെ റിലവന്റ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് റിലവന്റ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ റിലവന്റ് അല്ല. കാരണം ടീച്ചർക്ക് എന്തേ പഠിപ്പിച്ചു കൊടുക്കട്ടോ? നൗൺ എന്താണെന്നാണ് ടീച്ചർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇറലവന്റ് ക്വസ്റ്റ്യൻ ആണ്. അതില്ലാതെ തന്നെ കുട്ടികൾക്ക് എവിടേക്ക് എത്താം? കൺസെപ്റ്റിലേക്ക് എത്താം. ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ പറയുന്നതാണ് റിലവന്റ് ക്വസ്റ്റ്യൻ എന്ന്. ഇത് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആശയം മനസ്സിലാക്കി കാണും. ഒരു കൺസെപ്റ്റ് കുട്ടിയിലേക്ക് എത്താൻ വേണ്ടി ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കണം? ആ കോണ്ടെക്സ്റ്റുമായിട്ട്, ആ പ്രത്യേക കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ആ ബന്ധപ്പെട്ടതായിരിക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് റിലേറ്റഡ് ആയിരിക്കണം ഈ റിലവന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഹാവ് യു എവർ വിസിറ്റഡ് കേരള, ഹാവ് യു എവർ വിസിറ്റഡ് മൂന്നാർ എന്ന് ചോദിക്കുന്നത് നാമം പഠിക്കുവാൻ വേണ്ടി, നൗൺ എന്താണെന്ന് പറയാൻ വേണ്ടി ചോദിക്കുന്നതിൽ ഇറലവന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നൗൺ എന്ന്. ഇതിനെയാണ് റിലവന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്നത്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ റിലവന്റ്, സെക്കൻഡ് വൺ പ്രിസൈസ്, തേർഡ് വൺ ക്ലാരിറ്റി, ഫോർത്ത് വൺ ഗ്രാമാറ്റിക്കലി കറക്റ്റ്നെസ്, ദെൻ ഫിഫ്ത്ത് വൺ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് വൺ, സെക്കൻഡ് പോയിന്റ് ആണ് പ്രിസൈസ് അല്ലെ? പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട്. എപ്പോഴും ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കണം? ഷോർട്ട് ആയിരിക്കണം. കൺഫ്യൂസ്ഡ് ആക്കി ഒന്നും ആകാതെ വലിയ വലിയ ടേമുകൾ. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മെത്തേഡ് അനുസരിച്ച് നമുക്കറിയാം ചോദ്യങ്ങളുടെ ഒരു വലിയൊരു പ്രവാഹം തന്നെയാണ്. ആ ചോദ്യത്തിന് ഭയങ്കര വലിപ്പമായിരിക്കും. ഇന്നത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകത അറിയാമോ? ഇവിടെ ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്ങിലെ സെക്കൻഡ് കമ്പോണന്റ് ആയി വരുന്നത് ഫസ്റ്റ് കമ്പോണന്റ് റിലവന്റ്, സെക്കൻഡ് കമ്പോണന്റ് പ്രിസൈസ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ക്യാൻ യു ടെൽ മീ as to what is the name of the President of India, who is the highest authority in the country? ഒരു ചോദ്യമാണ്. Can you tell me as to what is the name of the President of India, who is the highest authority in the country? യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് പ്രിസൈസ് ആയിട്ട് ഷോർട്ട് ആയിട്ട് എങ്ങനെ ചോദിക്കാം? Who is the President of India? ആ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഫ്രെയിം വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഫ്രെയിം വർക്ക് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി കാണും. വളരെ ലെങ്ത് ആണ്. പക്ഷെ ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ഒന്ന് തന്നെയാണ് വരുന്നത്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ഷോർട്ട് ആയിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഞാൻ അതിന്റെ ആ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിങ്ങിൽ ഷോർട്ട് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിന് കിട്ടുന്ന ആൻസർ തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹു ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഇൻ ദ കൺട്രി. അതിനും കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയാണ്. അപ്പൊ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ ഏറ്റവും ചെറിയ സെന്റൻസിൽ കൃത്യമായി ആൻസറുകൾ കിട്ടുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം അധ്യാപിക ചോദിക്കേണ്ടത്. ഫസ്റ്റ് വൺ റിലവൻസ്, സെക്കൻഡ് വൺ പ്രിസൈസ്, ദെൻ തേർഡ് വൺ ക്ലാരിറ്റി. തേർഡ് വൺ ക്ലാരിറ്റി. ക്ലാരിറ്റി നമുക്കറിയാം, വ്യക്തത. എക്സാമ്പിളിലൂടെ പറയാം. ടീച്ചർ ചോദിക്കാണ് വാട്ട് പ്രോബ്ലംസ് അക്കമ്പനി ദ മൈഗ്രേഷൻ ബേസ്ഡ് അർബനൈസേഷൻ. ഇത്രയേ ചോദിച്ചുള്ളൂ. വാട്ട് പ്രോബ്ലംസ് അക്കമ്പനി ദ മൈഗ്രേഷൻ ബേസ്ഡ് അർബനൈസേഷൻ. നിങ്ങൾ വലിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലായി കാണും. എന്നാൽ ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നമുക്ക് ആ ചോദ്യം എങ്ങനെ ചോദിക്കാം? What problem arise when the large number of people move to cities? ഒരുപാട് ജനങ്ങൾ അർബൻ ഏരിയയിലേക്ക് സിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്? പക്ഷെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയി തോന്നി.
അല്ലേ? ടീച്ചർ ചോദിക്കുകയാണ് വാട്ട് പ്രോബ്ലംസ് അക്കമ്പനി ദ മൈഗ്രേഷൻ ബേസ്ഡ് അർബണൈസേഷൻ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മൈഗ്രേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന അവസ്ഥയായി, അർബണൈസേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന അവസ്ഥ വന്നു. എന്നാൽ അതിനേക്കാൾ സിംപ്ലിഫൈ ചെയ്ത് വളരെ എളുപ്പമാർഗത്തിലൂടെ ടീച്ചർ പറയുകയാണ് വാട്ട് പ്രോബ്ലംസ് അറൈസ്ഡ് വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ മൂവ് ടു സിറ്റീസ്. സിറ്റീസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എവിടെ മൂവ് ചെയ്യുള്ളൂ? അതായത് ഗ്രാമപ്രദേശത്ത് നിന്ന് വില്ലേജ് ഏരിയയിൽ നിന്ന് സിറ്റീസിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് വ്യക്തമായ ആശയം മനസ്സിലാക്കി. എന്നാൽ ആദ്യത്തെ രീതിയിലുള്ള ചോദ്യം ചോദിച്ചാൽ ആദ്യത്തെ നമ്മൾ എങ്ങനെയാ ചോദിച്ചാൽ വാട്ട് പ്രോബ്ലംസ് അക്കമ്പനി ദ മൈഗ്രേഷൻ ബേസ്ഡ് ഓർഗനൈസേഷൻ, ഇതൊക്കെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഹയർ ലെവൽ ഓർഡർ ടേംസുകളാണ് ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനകത്ത് കുട്ടി വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കും, മിസ്സേ എന്താണ് മൈഗ്രേഷൻ, മിസ്സേ എന്താണ് അർബണൈസേഷൻ. അപ്പൊ ഇത് രണ്ടിന്റെയും ക്ലാരിഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ആൻസറിലേക്ക് കുട്ടിക്ക് എത്താൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ അതിന് വ്യക്തതയില്ലാത്ത ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ കുട്ടികളുടെ ഏജ് അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് അതിന് ക്ലാരിറ്റി ഉണ്ടാക്കി എന്ത് പറയുന്നു, വാട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ ദ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ മൂവ് ടു ഫ്രം എവിടെ നിന്ന്, ഫ്രം വില്ലേജ് ടു അർബൺ ഏരിയാസ് ഓർ സിറ്റീസ്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനിലെ ക്ലാരിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ റിലവൻസ്, സെക്കൻഡ് വൺ പ്രിസൈസ്, തേർഡ് വൺ ക്ലാരിറ്റി, ദെൻ ഫോർത്ത് വൺ ഗ്രമാറ്റിക്കൽ കറക്റ്റ്നെസ്. ഗ്രമാറ്റിക്കൽ കറക്റ്റ്നെസ് അത് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. ഗ്രാമർ എന്തായിരിക്കണം, വ്യക്തമായിരിക്കണം, കൃത്യമായിരിക്കണം. നമുക്കറിയാം when did Olympic Games started? സെന്റൻസ് ഒന്നുകൂടെ പറയാണ്, when did Olympic Games started? സ്റ്റാർട്ടഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്റ്റാർട്ട് എന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞത്, സ്റ്റാർട്ടഡ് എന്നാണ്. ആ സെന്റൻസിനകത്ത് നിങ്ങൾക്ക് ആശയം മനസ്സിലായി കാണും, പക്ഷെ ആ സെന്റൻസിനകത്ത് എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ടോ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഉണ്ട് അല്ലേ? ഡിഡ് വന്നു, അതിനുശേഷം അവസാനമായപ്പോൾ പിന്നെ എന്ത് വന്നു, വീണ്ടും പാസ്റ്റ് ടെൻസ് ആയ സ്റ്റാർട്ടിന്റെ പാസ്റ്റ് ടെൻസ് ആയ സ്റ്റാർട്ടഡ് ഉപയോഗിച്ചു. ഗ്രാമർപരമായി നമുക്കറിയാം അത് തെറ്റായ ഒരു പ്രോസസ്സാണ്. ഒരു സെന്റൻസിനകത്ത് ആ സ്ട്രക്ചർ ഒരിക്കലും അങ്ങനെ വരാൻ പാടുള്ളതല്ല. അങ്ങനെയെങ്കിൽ അതിന്റെ കറക്റ്റ് ആയ മെത്തേഡ് ഏതാണ്? വെൻ ഡിഡ് ഒളിമ്പിക് ഗെയിം സ്റ്റാർട്ട്? ഡിഡ് വന്നു അല്ലേ, നമ്മൾ പിന്നെ വീണ്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല, സ്റ്റാർട്ടിന്റെ പാസ്റ്റ് ടെൻസ് ആയ സ്റ്റാർട്ടഡ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തിനകത്ത് വരാവൂ, ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യനകത്ത് വരാവൂ. ഞാനൊന്നുകൂടെ പറയാം, റിലവൻസ്, പ്രിസൈസ്, ക്ലാരിറ്റി, ഗ്രമാറ്റിക്കൽ കറക്റ്റ്നെസ്, ദെൻ ഫിഫ്ത്ത് വൺ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഏജ് ലെവൽ അനുസരിച്ച്, കുട്ടിയുടെ നേച്ചർ അനുസരിച്ച്, കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും അനുസരിച്ച്, ഇതെല്ലാം അനുസരിച്ചാണ് ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ടീച്ചർ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എന്തുണ്ടായിരിക്കണം, ആ ക്വസ്റ്റ്യൻസിന് ഒരു ഓർഡർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ലോവർ ഓർഡർ, സെക്കൻഡ് വൺ മിഡിൽ ഓർഡർ, ലെവൽ ഓഫ് ക്വസ്റ്റ്യനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മറന്നു പോകരുത്. ഫസ്റ്റ് വൺ റിലവൻസ്, സെക്കൻഡ് വൺ പ്രിസൈസ്, തേർഡ് വൺ ക്ലാരിറ്റി, ഫോർത്ത് വൺ ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്, ഫിഫ്ത്ത് വൺ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിനെ തന്നെ വീണ്ടും the level of question further divided into three main headings, that is lower order, middle order, higher order. Lower order, middle order, higher order. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആശയം മനസ്സിലായി കാണും എന്താണ് ലോവർ, മിഡില്, ഹയർ എന്നുള്ളത്. കുറച്ചും കൂടെ ആശയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ലോവർ ഓർഡർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ മെമ്മറി ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഇത് കുട്ടിയുടെ മെമ്മറിയെ അളക്കുന്ന വിധത്തിൽ, അഥവാ ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ ഏറ്റവും ആദ്യത്തേത് പറഞ്ഞത് നോളജ് എന്ന എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് ആണ്. ആ നോളജ് എന്ന എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവിനെ ഫർദർ ഡിവൈഡ് ഇൻടു ടു, ദാറ്റ് ഈസ് റീകാൾ ആൻഡ് റിക്കഗ്നൈസസ്. രണ്ട് സ്പെസിഫിക്കേഷനിലൂടെ നമ്മൾ പറഞ്ഞു റീകാൾ ആൻഡ് റിക്കഗ്നൈസസ്. കൊഗ്നിറ്റീവ് ഡൊമൈനിന്റെ ഏറ്റവും ലോവർ ലെവൽ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് നോളജ് എന്ന് പറയുന്നത്. ആ നോളജിന്റെ രണ്ട് പ്രക്രിയകളാണ് റീകാൾ ആൻഡ് റിക്കഗ്നൈസസ്. അത് നിങ്ങൾ പഠിച്ചവർക്ക് അത് മനസ്സിലായി കാണും. ലോവർ ഓർഡർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻസിനെയാണ് ലോവർ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആശയം കിട്ടിക്കാണും. ഇപ്പൊ നമുക്കറിയാം, ബുദ്ധിപരമായി ഇഡിയറ്റിനോ ഇംബെസിൽസിനോ മൊറോൺസ് എന്നോ ഇന്റലിജൻസ് ലെവലിൽ ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ചില പേരുകളാണ് പറഞ്ഞത്. ഇഡിയറ്റ്സ്, ഇംബെസിൽസ്, മൊറോൺസ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് പോലും എന്തുണ്ട്? നോളജ് ഉണ്ട്, അഥവാ മെമ്മറി ഉണ്ട്. ഏറ്റവും കൊഗ്നിറ്റീവ് ഡൊമൈനിന്റെ ഏറ്റവും ലോവർ ലെവലായ മെമ്മറി എന്ന പ്രോസസ്സ് ചെയ്യുന്നു. അതായത് അച്ഛന്റെ പേരെന്താണ്, മോന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ലോവർ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ലോവർ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതേസമയം മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയുന്നത് ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, പക്ഷെ എന്ത് വേണം, ഹയർ ലെവലിലാണെങ്കിലും ആവറേജ് ലെവലിലായ കുട്ടികൾക്കാണെങ്കിൽ പോലും മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയാൻ തക്ക വിധത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ലോവർ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്ത പാർട്ടാണ് മിഡിൽ ഓർഡർ. മിഡിൽ ഓർഡർ ക്വസ്റ്റ്യൻസിനകത്ത് പ്രത്യേകമായിട്ട് ഉൾക്കൊള്ളുന്നതാണ് ട്രാൻസ്ലേഷൻ, ഇന്റർപ്രിറ്റേഷൻ, ആപ്ലിക്കേഷൻ. 3 പാർട്ടുകളാണ്. Translation, first one translation, second one interpretation, translation, interpretation, third one application. Translation, interpretation, application. ഇത് മനസ്സിലാക്കണമെങ്കിൽ ബ്ലൂംസ് ടാക്സോണമിയിലേക്ക് വീണ്ടും നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിനുള്ള സമയം നമുക്ക് ഈ ക്ലാസ്സുകളിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് മാത്തമാറ്റിക്സുകാർക്കും കോമേഴ്സുകാർക്കും മാത്രമേ ഇനി ബ്ലൂംസ് ടാക്സോണമി എടുക്കാനുള്ളൂ എന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക: ട്രാൻസ്ലേഷൻ, ഇന്റർപ്രിറ്റേഷൻ, ആപ്ലിക്കേഷൻ. അതായത് ബ്ലൂംസ് ടാക്സോണമിയുടെ ഡിഫറെന്റ് ലെവലുകളായ നോളജ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓർ കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ. ആ വരുന്ന 3 ഘടകങ്ങളിലൂടെയാണ്, എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിലൂടെയാണ് മിഡിൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നത്. ട്രാൻസ്ലേഷൻ, ഇന്റർപ്രിറ്റേഷൻ, ആപ്ലിക്കേഷൻ. ഇതിനെയാണ് മിഡിൽ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്. ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ബ്ലൂംസ് ടാക്സോണമി പഠിച്ചവർക്കറിയാം, ഈ ടേമുകളെല്ലാം ഏതിനകത്ത് ഉൾപ്പെടുന്നതാണ്? ബ്ലൂംസ് ടാക്സോണമിയുടെ കൊഗ്നിറ്റീവ് ഡൊമൈനിന്റെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനകത്ത് ഉൾപ്പെടുന്നതാണ്. ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏത് വാട്ട് യു മീൻ ബൈ അനാലിസിസ്, ബ്രേക്കിംഗ് ഇൻ ടു പാർട്സ്. വാട്ട് യു മീൻ ബൈ സിന്തസിസ്, പുട്ട് ഇറ്റ് ടുഗദർ. Then what do you mean by evaluation? What is good and clear judgment about what is good and what is bad എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിക്കുന്ന ഒരു ആശയമാണ് ഇവാലുവേഷൻ. ഇങ്ങനെ മാക്സിമം സ്റ്റേജിലൂടെ കടന്നു പോകുന്ന പ്രോസസ്സിനെയാണ് ഹയർ ഓർഡർ, അതായത് ഇന്റലിജൻസിന്റെ ഹയസ്റ്റ് ലെവൽ പ്രോസസ്സുകളാണ് ഏതൊക്കെ? അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഹയസ്റ്റ് സ്റ്റേജ് ആണ് ഇവാലുവേഷൻ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്. ഇതിനെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. വാട്ട് യു മീൻ ബൈ ഫ്ലുവൻസി ഇൻ ക്വസ്റ്റനിങ്. വാട്ട് യു മീൻ ബൈ ഫ്ലുവൻസി ഇൻ ക്വസ്റ്റനിങ്? ഫ്ലുവൻസി ഇൻ ക്വസ്റ്റനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എളുപ്പമായിട്ട് ഫ്ലുവന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുക്കോടുകൂടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അധ്യാപികയുടെ കഴിവിനെയാണ് എന്ന് പറയുന്നത് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റനിങ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ നിർബന്ധമായും ടീച്ചർ 5 മിനിറ്റിനുള്ളിൽ 3 ചോദ്യമെങ്കിലും, തോട്ട് പ്രൊവോക്കിംഗ് ചോദ്യങ്ങൾ 3 ചോദ്യമെങ്കിലും ചോദിക്കണം എന്ന് പറയപ്പെടുന്നു.
അങ്ങനെയെങ്കിൽ പ്രോബിംഗ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചോദിക്കണം? ഒഴുക്കോടുകൂടെ അധ്യാപികയ്ക്ക് ചോദിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ഒഴുക്കോട് കൂടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വ്യത്യസ്തമായ സബ് കമ്പോണന്റോട് കൂടിയാണ്. അതാണ് നമ്മൾ പറഞ്ഞത് റിലവൻസ്, പ്രിസൈസ്, ക്ലാരിറ്റി, ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് ആൻഡ് ദ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. The level of question further divided into 3, that is lower order, middle order and higher order questions. Thank you students.